നമുക്ക് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കേണ്ടത്. അതിനു മുമ്പ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് +2 ബിസിനസ് സ്റ്റഡീസിനെ നമുക്ക് 2 പാർട്സ് ആയിട്ടാണ് ആ ടെക്സ്റ്റ് ബുക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് പാർട്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ബിസിനസ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്. ഇതിലെ ആദ്യത്തെ പാർട്ടാണ്, ഫസ്റ്റ് പാർട്ടാണ് നമുക്കിതിനകത്ത് ആദ്യമായി നോക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലാണ് വരുന്നത്. നമ്മുടെ ചാപ്റ്റർ 1ൻ്റെ പേര് ഇതാണ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവവും അതുപോലെ അതിൻ്റെ പ്രാധാന്യവും, അതാണ് അതിൻ്റെ മീനിങ്. പലപ്പോഴായി മാനേജ്മെൻ്റ് എന്നൊരു വാക്ക് നമുക്ക് പരിചിതമാണ്. എന്നാൽ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്? മാനേജ്മെൻറ്റിൻ്റെ പൊതുവിൽ പറയുന്നൊരു മീനിങ് ആണ്, ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് the effective and efficient utilization of various resources for the accomplishment of organizational objectives. അതായത് ഒരു സ്ഥാപനത്തിന് ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൽ കുറേയധികം റിസോഴ്സസ് ഉണ്ടാവുമല്ലോ. ആ റിസോഴ്സസിനെ വളരെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. അതായത് നമുക്കറിയാലോ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. എന്നാൽ ആ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് ആ ബിസിനസ്സിലെ എത്തിക്കുന്നത്, ആ ബിസിനസ്സിനെ അതിലേക്ക് നയിക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിലുള്ള റിസോഴ്സസിനെ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻ്റ് ഒരു പ്രോസസ്സാണ് എന്ന് നാം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് ഫങ്ഷൻസ്. കുറേയധികം ഫങ്ഷൻസ് മാനേജ്മെൻറ്റിനുണ്ട്, സച്ച് ആസ് പ്ലാനിങ്, സ്റ്റാഫിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. നമുക്കിനി ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ഓർഡറിലല്ല പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു ഓർഡറിൽ തന്നെ നമുക്ക് നമ്മുടെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ കൂടിയാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഇതൊക്കെ തന്നെ ഇനി നമുക്ക് വരുന്ന പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്. ഒന്നുകൂടി ആലോചിക്കുക. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കുള്ള റിസോഴ്സസിനെ, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനകത്തുള്ള റിസോഴ്സസിനെ ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്താണോ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ്. അതിനുള്ളിൽ പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ വിവിധ പ്രോസസ്സുകൾ ഇതിൽ വരുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞ 2 വാക്കുകളാണ് ഇഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ എഫിഷ്യൻസിയും. പലപ്പോഴായി നാം കേട്ടിട്ടുള്ള പ്രയോഗങ്ങളാണിവ. എന്നാൽ പല ആളുകളും ഇഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ എഫിഷ്യൻസിയും ഒന്നാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിൽ പലപ്പോഴായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ എഫിഷ്യൻസിയും ഒക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഇഫക്റ്റീവ്നെസ്? എന്താണ് ഇഫക്റ്റീവ്നെസ്? മാനേജ്മെൻറ്റിൽ ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് ആൻഡ് കംപ്ലീറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിങ് ദ ഗോൾസ്. അതായത് മാനേജ്മെൻറ്റിൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാസ്കുകൾ, ഒരു സ്ഥാപനത്തിന് കുറേയധികം ജോലികൾ ഉണ്ടാവാം, അത് കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, കൃത്യസമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുക. ഇതൊക്കെയാണ് ഇഫക്റ്റീവ്നെസ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അടുത്തെന്താണ് എഫിഷ്യൻസി? വാട്ട് ഈസ് എഫിഷ്യൻസി? എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി ആൻഡ് വിത്തിൻ എ മിനിമം കോസ്റ്റ്. അതായത് നേരത്തെ നാം പറഞ്ഞു, കുറേ നമുക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെ ശരിയായ രീതിയിൽ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ശരിയായ രീതിയിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പരമാവധി നമ്മുടെ കോസ്റ്റ്, നമ്മുടെ ചെലവുകൾ കുറയ്ക്കുക കൂടി ചെയ്യുക. ഇതാണ് എഫിഷ്യൻസി. ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഇതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസ്. നിരവധിയായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രാക്ടീഷണേഴ്സ്, അതായത് മാനേജ്മെൻറ്റിൽ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറിയുടെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് പ്രോസസ് consisting of planning, organizing
actuating, and controlling performed to determine and accomplish stated objectives by the use of human beings and other resources. ജോർജ് ആർ ടെറിയുടെ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, ആക്ച്വേറ്റിംഗ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് വെച്ചാൽ ആസൂത്രണം, ഓർഗനൈസിങ് എന്ന് വെച്ചാൽ സംഘാടനം നടത്തുക, ആക്ച്വേറ്റിംഗ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, അതുപോലെ കൺട്രോളിങ് നിയന്ത്രിക്കുക, പെർഫോംഡ് ടു ഡിറ്റർമൈൻ ആൻഡ് അക്കംപ്ലിഷ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ കുറേ അധികം ലക്ഷ്യങ്ങൾ അവർ നിർവചിച്ചിട്ടുണ്ടാവാം. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ്? ബൈ ദ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ റിസോഴ്സസ്. അതായത് മനുഷ്യ വിഭവങ്ങൾ, നമ്മളെപ്പോലുള്ള മനുഷ്യരെയും മറ്റ് റിസോഴ്സസിനെ, അത് മെറ്റീരിയൽസ് ആവാം, മെഷീനറി ആവാം, മണി ആവാം, ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനം അതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതാണ് മാനേജ്മെന്റ് എന്നാണ് ജോർജ് ആർ ടെറിയുടെ അഭിപ്രായം. മറ്റൊരു ഡെഫിനിഷനാണ് ജെയിംസ് എൽ ലുണ്ടയുടെ ഡെഫിനിഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് ഈസ് പ്രിൻസിപ്പലി ദ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫേർട്ട് ഓഫ് അതേഴ്സ് ടുവേർഡ്സ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അതായത് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് തീരുമാനിച്ചിട്ടുള്ളതായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനിങ് ഉണ്ട്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിംഗ് വിത്ത് ദ എഫേർട്ട് ഓഫ് അതേഴ്സ് ആണ്. മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുക? ജോലി എടുപ്പിക്കുക. അതിലൂടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ലാസ്റ്റ് ഡെഫിനിഷൻ, according to Mary Parker Follett, management is art of getting things done through others. മേരി പാർക്കർ ഫോളറ്റിൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് എന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു കലാപരമായ പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്നാണ് മേരി പാർക്കർ ഫോളറ്റിൻ്റെ അഭിപ്രായം. നമ്മെ സംബന്ധിച്ചിടത്തോളം മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷൻ വൈഡായിട്ട് അക്സെപ്റ്റഡ് ആണ്. ഈ ഡെഫിനിഷൻസ് എല്ലാം അക്സെപ്റ്റഡ് ആണ്. കുറച്ചുകൂടി ലിബറലായി കുറച്ചുകൂടി ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ് മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ് മാനേജ്മെന്റിൻ്റെ സവിശേഷത അല്ലെങ്കിൽ സ്വഭാവം? ഇനി നമുക്ക് പഠിക്കാനുള്ള കുറേ ചാപ്റ്ററുകൾ മാനേജ്മെന്റ് എന്നൊരു പ്രയോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് മാനേജ്മെന്റിൻ്റെ സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്ന് നാം മനസ്സിലാക്കുക. ദ വെരി ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. അതായത് ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് എ ഗോൾ ദർ ഇസ് നോ മാനേജ്മെന്റ്. അതായത് ഒരു ഗോൾ ഇല്ലാതെ അവിടെ മാനേജ്മെന്റ് ഉണ്ടാവുന്നില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ്. മാനേജ്മെന്റ് പെർവേസീവ് ആണ്. പെർവേസീവ് മീൻസ് മലയാളം സർവ്വവ്യാപി എന്നൊക്കെയാണ് പെർവേസീവിന്റെ മലയാളം. അതായത് മാനേജ്മെന്റ് എല്ലാ തലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലൊരു മാനേജ്മെന്റ് ഉണ്ടാവും. നമ്മുടെ പാരൻസ്, നമ്മുടെ ഗാർഡിയൻസ് ഒക്കെ ഒരു മാനേജ്മെന്റ് നടത്തുന്ന ആളുകളാണ്. സ്കൂളിൽ പോയാൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. ക്ലാസ്സിൽ ക്ലാസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഇങ്ങനെ നമ്മുടെ ഒരു ബിസിനസ് എടുത്താൽ അതിൻ്റെ എല്ലാ തലങ്ങളിലും ഇത്, അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് പെർവേസീവ് ആണ് എന്ന് പറയാനുള്ള കാരണം. മറ്റൊന്ന്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷണൽ ആണ്. ദാറ്റ് മീൻസ് വ്യത്യസ്തമായ ഫേസസ് അല്ലെങ്കിൽ വ്യത്യസ്തമായ മുഖങ്ങളാണ് മാനേജ്മെന്റിനുള്ളത്. പ്രധാനമായിട്ട് മാനേജ്മെന്റിന് 3 ഡയമെൻഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഓഫ് വർക്ക്. സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ആൻഡ് തേർഡ് വൺ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇതിൽ എന്താണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്? വാട്ട് ഈസ് മാനേജ്മെന്റ് ഓഫ് വർക്ക്? മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ കുറേയധികം വർക്ക്സ് ഉണ്ടാവും. ഒരു ഫാക്ടറി എടുത്ത് പരിശോധിക്കാം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് എടുത്ത് പരിശോധിക്കാം, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്ത് പരിശോധിക്കാം.
കുറേയധികം വർക്കുകൾ ഉണ്ടാവും, ഒരു ടാസ്ക് ഉണ്ടാവും. ഈ വർക്കുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. അതായത് ഒരു സ്ഥാപനത്തിൽ കുറേയധികം ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും, മനുഷ്യ വിഭവങ്ങൾ ഉണ്ടാവും. ഇതിനെ കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ആൻഡ് തേർഡ് വൺ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. കുറേ ഓപ്പറേഷൻസ് ഉണ്ടാവില്ല, എല്ലാ സ്ഥാപനങ്ങൾക്കും ഓപ്പറേഷൻസ് ഉണ്ടാവും. ആ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റിൻ്റെ ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് മാനേജ്മെൻറ്റിൻ്റെ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നാം പലപ്പോഴായി മാനേജ്മെൻറ്റിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഓർ സെവറൽ ഫങ്ഷൻസ് സച്ച് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രോസസ്സുകളാണ് നമ്മുടെ മാനേജ്മെൻറ്റിലുള്ളത്. നമുക്കറിയാം മാനേജ്മെൻറ്റിലെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഓരോരോ സ്റ്റെപ്പുകളിലേക്ക്, ഓർഗനൈസിങ്ങിലേക്കും സ്റ്റാഫിങ്ങിലേക്കും ഡയറക്റ്റിങ്ങിലേക്കും ഒക്കെ പോകും. ലാസ്റ്റ് കൺട്രോളിങ് ആണ്. ഈ കൺട്രോളിങ് കഴിഞ്ഞാൽ വീണ്ടും നാം പ്ലാനിങ്ങിലേക്ക് പോവുകയാണ്. അതായത് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ്, സ്ഥിരമായ ഒരു പ്രോസസ്സാണ്. മറ്റൊന്ന്, മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഒരാളെ കൊണ്ട് ഒരു മാനേജ്മെൻറ്റ് നടപ്പിലാക്കാൻ സാധ്യമല്ല. മാനേജ്മെൻറ്റ് എന്നത് ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ്. ഒരുപാട് ആളുകളുടെ എഫേർട്ടിൻ്റെ ഫലമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷനിൽ തന്നെ നാം പറഞ്ഞു, മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട്, ദാറ്റ് മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് മാനേജ്മെൻറ്റിൽ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനമിക് ഫങ്ഷൻ. ഡൈനമിക് ഫങ്ഷൻ മീൻസ് ചേഞ്ചിങ് ഫങ്ഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ലോകം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ്സിന് അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ബിസിനസ്സിന് മാത്രമല്ല, നമുക്കൊരു ബിസിനസ് അല്ല, നമുക്കൊരു സ്ഥാപനമാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ എൻവയോൺമെൻറ്റ് എൻറ്റയർലി ചേഞ്ചിങ് ആണ്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് ഡൈനമൈസ് ചെയ്യാൻ, അതിനനുസരിച്ച് മാറ്റങ്ങൾ, ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാനേജ്മെൻറ്റിന് ഉണ്ട്. മറ്റൊന്ന്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് എന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്. നമുക്ക് കാണാനോ തൊട്ടു നോക്കാനോ പറ്റുന്ന ഒന്നല്ല മാനേജ്മെൻറ്റ്. എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ ഫോഴ്സ്, മാനേജ്മെൻറ്റിൻ്റെ സ്വാധീനം നമുക്കറിയാൻ പറ്റും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, ഒരു സ്ഥാപനത്തിലൊരു മാനേജ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് മാനേജറെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ മാനേജ്മെൻറ്റ് എന്ന ആ പ്രോസസ്സിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മറ്റൊരു ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാമല്ലോ, നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ലബോറട്ടറി ബേസ്ഡ് സബ്ജക്ട്സ് ആണ് പലപ്പോഴും. എന്നാൽ മാനേജ്മെൻറ്റ് ഈസ് പ്യോർലി ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്. മനുഷ്യനുമായിട്ടാണ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലാണല്ലോ, ആ സൊസൈറ്റിയുമായിട്ടാണ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഒരു സാമൂഹിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്. നമുക്ക് ബിസിനസ്സിന് പല പല ലെവൽസ് ഉണ്ടാവും. ആ എല്ലാ തലങ്ങളിലും മാനേജ്മെൻറ്റ് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ബ്രോഡർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് വളരെ വിശാലമായ ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഇനി ഡിഗ്രി തലങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ കുറച്ചുകൂടി വിശാലമായിട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്.